വെയിൽ ഉള്ള ഒരു ദിവസം ഒരു വലിയ ബസ് കാട്ടിലൂടെ കടന്നു പോകുകയായിരുന്നു. ആവേശഭരിതരായ എല്ലാ കുഞ്ഞു പക്ഷികളും മൃഗങ്ങളും നദിക്കരയിൽ ഒരു പിക്നിക്കിന് പോവുകയായിരുന്നു. അവരുടെ അധ്യാപകൻ മിസ് ബന്ദറിയെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ എത്താറായി. കുട്ടികളെ, ദിവസം ആസ്വദിക്കാൻ തയ്യാറാകൂ. ബസ് നദിക്കരയിൽ നിർത്തി എല്ലാ കുട്ടികളും ഭക്ഷണവും വെള്ളവും നൽകി ഇറങ്ങി. കൊക്കിൽ പേരക്ക കൊട്ടയുമായി തത്ത പറന്നു. വെള്ളക്കുപ്പികളുമായി ആന മുന്നോട്ട് നടന്നു. അണ്ണാൻ ഒരു സഞ്ചി നിറയെ പരിപ്പുമായി തുള്ളുകയാണ്. മുയൽ ഒരു കൊട്ട പുതിയ കാരറ്റും പിടിച്ചുകൊണ്ട് നടന്നു. മിസ് ബന്ദറിയ എല്ലാവർക്കും വേണ്ടി വാഴപ്പഴം കൊണ്ടുവന്നു. അപ്പോഴാണ് ഒരു ചെറിയ ആമ വളരെ പതുക്കെ നടന്നു വന്നത്. ചില മൃഗങ്ങൾ മന്ത്രിച്ചു. അത് ഭക്ഷണമില്ലാതെയാണ് വന്നത്. മിസ് ബന്ദറിയ പറഞ്ഞു, അതൊന്നും സാരമില്ല. ഞങ്ങളുടെ വനകുടുംബത്തിൽ ഞങ്ങൾ പരസ്പരം കാര്യങ്ങൾ പങ്കിടുകയും പരസ്പരം പരിപാലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ആമയ്ക്ക് കുറച്ച് വാഴപ്പഴം, പേരക്ക, ബദാം, കാരറ്റ് എന്നിവ കൊടുത്തു. ആമ പുഞ്ചിരിച്ചു, എന്നിട്ട് തന്റെ ബാഗ് തുറന്നു. ഉള്ളിലുള്ളത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അയാൾ എല്ലാവർക്കും വേണ്ടി ഒരു രുചികരമായ ഫ്രൂട്ട് കേക്ക് കൊണ്ടുവന്നു. അവരെല്ലാം സന്തോഷത്തോടെ കൈയടിക്കാൻ തുടങ്ങി. ഇന്ന് എല്ലാവരും ഒരു പ്രധാന കാര്യം പഠിച്ചു. ഒരിക്കലും ആരെയും പെട്ടെന്ന് വിധിക്കരുത്. ദയം പങ്കുവയ്ക്കൽ എല്ലാം മികച്ചതാക്കുന്നു. ഒരു നിശബ്ദ വീട്ടിൽ ഒരു മരഡ്രോയറിനുള്ളിൽ ഒരു വലിയ മെഴുകുതിരി ഇരുന്നു. അത് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, ഒരിക്കൽ പോലും. മെഴുകുതിരി ചിന്തിച്ചു, എനിക്ക് പ്രകാശിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ആർക്കും എന്നെ ഒരിക്കലും ആവശ്യമില്ല. ദിവസം മുഴുവൻ മുകളിലുള്ള ലൈറ്റുകൾ മിന്നുന്നതും അണയുന്നതും അത് ശ്രദ്ധിച്ചു. ചിരിയും കഥകളും അത് കേട്ടു, പക്ഷേ അത് ഇരുണ്ട ഡ്രോയറിൽ ഒറ്റയ്ക്ക് നിന്നു. ഒരു രാത്രി പെട്ടെന്ന് വൈദ്യുതി നിലച്ചു. വീട് നിശബ്ദമായി. വലിയ മെഴുകുതിരി കാലടി ശബ്ദം കേട്ടു. പിന്നെ ചൂടുള്ള കൈകൾ അത് എടുക്കുന്നതായി തോന്നി. ഒരു തീപ്പെട്ടി അടിച്ചു. ഫ്ലിക്ക്. മെഴുകുതിരിയുടെ തിരിയുടെ അഗ്രത്തിൽ ഒരു ചെറിയ ജ്വാല നൃത്തം ചെയ്തു. മേശപ്പുറത്ത് മെഴുകുതിരി തിളങ്ങി മുറി മുഴുവൻ പ്രകാശിപ്പിച്ചു. കുടുംബം ചുറ്റും കൂടി പുഞ്ചിരിച്ചും ചിരിച്ചും അതിന്റെ സൗമ്യമായ വെളിച്ചത്തിൽ കഥകൾ പറഞ്ഞു. ഞാൻ പ്രകാശിക്കുന്നു, മെഴുകുതിരി ചിന്തിച്ചു. അതിന്റെ ഹൃദയം സന്തോഷത്താൽ തിളങ്ങി. ഇപ്പോൾ ഞാൻ സഹായിക്കുന്നു. ആ രാത്രി മുതൽ വലിയ മെഴുകുതിരി പിന്നീട് ഒരിക്കലും സങ്കടം തോന്നിയില്ല. ചെറിയ വിളക്കുകൾക്ക് പോലും വലിയ ജോലികൾ ചെയ്യുമെന്ന് അത് അറിഞ്ഞിരുന്നു. സമയമാകുമ്പോൾ ഒരു ചെറിയ വെളിച്ചത്തിന് പോലും മുറി മുഴുവൻ പ്രകാശപൂരിതമാക്കാൻ കഴിയും. സമാധാനപരമായ രാത്രാകാശത്തിൽ ചെറുനക്ഷത്രമായ ട്വിങ്കിൾ ജീവിച്ചിരുന്നു. അത് ഏറ്റവും വലുതോ അതിപ്രകാശമായതോ അല്ല, പക്ഷേ അതിന്റെ ഹൃദയം സ്നേഹത്തിലും ദയയിലുമായിരുന്നു. ഏത് രാത്രിയും ട്വിങ്കിൾ സന്തോഷത്തോടെ തിളങ്ങും, ഭൂമിയിൽ ഒരൽപ്പം വെളിച്ചം നൽകാൻ ആഗ്രഹിച്ച്. കുഞ്ഞുങ്ങൾ മോഹനമായ സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിന്റെ മൃദുലമായ വെളിച്ചത്തിൽ ഉറങ്ങുന്നത് അതിന് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ട്വിങ്കിളിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിന് വിശ്രമം ഇഷ്ടമായിരുന്നില്ല. ആരെങ്കിലും എന്നെ ആവശ്യമെന്ന് കരുതുകയാണെങ്കിൽ, ഒരു രാത്രി ട്വിങ്കിൾ ചന്ദ്രനോട് ചോദിച്ചു. എന്റെ വെളിച്ചമില്ലാതെ അവർ ഇരുട്ടിൽ നിന്ന് ഭയപ്പെടുമെങ്കിൽ? ബുദ്ധിമാനായ ചന്ദ്രൻ ഹൃദയപൂർവ്വം പുഞ്ചിരിച്ചു പറഞ്ഞു, പ്രിയ ട്വിങ്കിൾ, നിന്റെ പ്രകാശം അത്രയും മനോഹരമാണ്. എന്നാൽ നീ മികച്ചതായി തിളങ്ങാൻ വിശ്രമം വേണ്ടതാണ്. നക്ഷത്രങ്ങൾക്കും ഉറക്കം ആവശ്യമാണ്. ട്വിങ്കിൾ പെട്ടെന്ന് കണ്ണുവെച്ചു. ഇതുവരെ അതിനൊരു ചിന്തയുമില്ലായിരുന്നു. താഴെ ഒരു കുട്ടി ടെഡിബെയർ പിടിച്ച് മേലോട്ട് നോക്കുകയായിരുന്നു. ഞാൻ ഇവിടെ തന്നെയാണ്, ട്വിങ്കിൾ യാഥാർത്ഥ്യമായി പറഞ്ഞു. കുഞ്ഞ് പുഞ്ചിരിച്ചു, കണ്ണുകൾ അടച്ചു, ശാന്തമായി ഉറങ്ങി. ട്വിങ്കിളിന്റെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞു. ഈ രാത്രിക്ക് ഇത് മതിയെന്ന് തോന്നി. വലിയൊരു തിളക്കമുള്ള വയമ്പേട്ടു ആകാശത്തിൽ ആശ്വാസത്തോടെ കിടന്നു. ട്വിങ്കിൾ ഉറങ്ങുമ്പോൾ അതിന്റെ വെളിച്ചം കൂടുതൽ മൃദുവായെങ്കിലും അത്യന്തം മനോഹരമായി. ആ രാത്രി മുതൽ ട്വിങ്കിൾ വലിയൊരു പാഠം പറഞ്ഞു. ശരിയായ വിശ്രമം തന്നെയാണ് നമ്മെ വീണ്ടും പ്രകാശിപ്പിക്കുന്നത്. പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ മടിയനായ ഒരു പൂച്ച താമസിച്ചിരുന്നു. ദിവസം മുഴുവൻ ഉറങ്ങാൻ അവൻ ഇഷ്ടപ്പെട്ടു. വിശക്കുമ്പോൾ മാത്രമേ അവൻ ഉണരുമായിരുന്നുള്ളൂ. വീട്ടിലെ എലികൾക്ക് ഇത് അറിയാമായിരുന്നു. അവർ അവന്റെ കാൽവിരലിൽ കൂടി കടന്നുപോകും. ഉറക്കെ കൂർക്കം വലിച്ചുകൊണ്ട് ഉറങ്ങുമ്പോൾ ചീസ് കഷ്ണങ്ങൾ മോഷ്ടിക്കുന്നു. ഒരു ദിവസം എലികൾ കൂടുതൽ ധൈര്യപ്പെട്ടു.
പൂച്ച ഒരിക്കലും ഉണരില്ല. നമുക്ക് ഒരു പാർട്ടി നടത്താം, അയാൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. അവർ ചെറിയ ഡ്രമ്മുകളും ഓടക്കുഴലുകളും കൊണ്ടുവന്നു ഒരു നൃത്തവേദി പോലും സൃഷ്ടിച്ചു. ആ രാത്രിയിൽ എലികൾ വലിയൊരു വിരുന്നൊരുക്കി പൂച്ചയുടെ വാലിൽ ചുറ്റി നൃത്തം ചെയ്തു. പക്ഷേ പെട്ടെന്ന് അയ്യോ! പൂച്ച ശക്തമായി തുമ്മിയതുകൊണ്ട് അവൾ ഉണർന്നു. എലികൾ കരഞ്ഞുകൊണ്ട് ഓടി, പക്ഷേ അവയുടെ കുഞ്ഞു പാദങ്ങൾ അലങ്കാരങ്ങളിൽ കുടുങ്ങി. പൂച്ച കൈ സ്വയം നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഹുംനി എന്നെ ഉണർത്തിയതിനാൽ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരണം. എലികൾ പെട്ടെന്ന് അവന് ഒരു പ്ലേറ്റ് ചീസ് കൊണ്ടുവന്നു കൊടുത്തു. പൂച്ച സന്തോഷത്തോടെ അത് കഴിച്ചിട്ട് പറഞ്ഞു, മോശമല്ല. ഒരുപക്ഷേ ഞാൻ നിങ്ങളെ വീണ്ടും പാർട്ടിക്ക് അനുവദിക്കാം, ആദ്യം എനിക്ക് ഭക്ഷണം കൊണ്ടുവരണം. അന്നുമുതൽ പൂച്ചയും എലിയും സമാധാനത്തിനായി ചീസിന്റെ ഒരു കരാറിൽ ഏർപ്പെട്ടു. അയാൾ ചിന്തിച്ചു, ചിലപ്പോൾ മടിയന്മാർ പോലും തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സമർത്ഥമായ വഴികൾ കണ്ടെത്തും. വെയിൽ കായുന്ന ഒരു ചെറിയ കാട്ടിൽ പ്രശസ്ത ഗായകനാകാൻ ആഗ്രഹിച്ച ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കുറുക്കൻ പാടാൻ കഴിഞ്ഞില്ല, ഒരിക്കലുമില്ല. എല്ലാ ദിവസവും രാവിലെ അവൻ ഒരു മരക്കുറ്റിയിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ പാടുമായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടതിനു ശേഷം പക്ഷികൾ മരങ്ങളിൽ നിന്ന് വീണു. അണ്ണാന്മാർ ഭക്ഷണം താഴെയിട്ടു. ഒരു കരടി ചെവി പോലും പൊത്തിപ്പിടിച്ചു. ഒരു ദിവസം കുറുക്കൻ കോഴി മനോഹരമായി പാടുന്നത് കേട്ടു. കോക്ക് എ ഡൂഡിൽ ഡൂ. മൃഗങ്ങൾ ആർത്തുവിളിച്ചു, കൈയടിച്ചു. കുറുക്കന് അസൂയ തോന്നി. അത് അലറി, ഞാൻ ഒരു കോഴിയുടെ വേഷം മാറി ഫാം ടാലന്റ് ഷോയിലേക്ക് നുഴഞ്ഞു കയറും. അവൻ ചുവന്ന തൂവലുകൾ ധരിച്ച് കളപ്പുരയിലേക്ക് ധൃതിയിൽ കയറി. അതിന്റെ ഊഴം വന്നപ്പോൾ കുറുക്കൻ വേദിയിലേക്ക് ചാടിക്കയറി ഉച്ചത്തിൽ അലറി. മൃഗങ്ങളെല്ലാം നിശബ്ദയിലാണ്. പിന്നെ ഒരു കൊച്ചു കോഴിക്കുഞ്ഞ് മന്ത്രിച്ചു, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ കോഴിയാണിത്. കുറുക്കൻ നാണിച്ചു. വേദിയിൽ നിന്ന് മൂൺവാക്ക് ശ്രമിച്ച അത് ഒരു വാഴത്തോലിൽ വഴുതി ഒരു വൈക്കോൽ കൂനയിൽ വീണു. എല്ലാ മൃഗങ്ങളും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കുറുക്കൻ പോലും. അന്നുമുതൽ കുറുക്കൻ കാട്ടിലെ ഏറ്റവും രസകരമായ കഥാകാരനായി മാറി, ശബ്ദ ഇഫക്റ്റുകൾ ഉപയോഗിച്ച്. ഒടുവിൽ പ്രശസ്തനായി. അത് പഠിച്ചു, നീ ആയിരിക്കൂ, നീ എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രത്യേകതയുള്ളവനാണ്. പണ്ട് കാട് ഭരിച്ചിരുന്ന ഒരു ശക്തനായ സിംഹം ഉണ്ടായിരുന്നു. അഹങ്കാരവും ക്രൂരതയും നിറഞ്ഞ അവന്റെ ഉച്ചത്തിലുള്ള ഗർജനം എല്ലാ മൃഗങ്ങളെയും ഭയപ്പെടുത്തി. ഒരു ദിവസം അവൻ പ്രഖ്യാപിച്ചു, ആരെങ്കിലും എന്റെ അടുക്കൽ വരാൻ സ്വമേധയാ വരുന്നതുവരെ ഞാൻ നിങ്ങളിൽ ഒരാളെ ദിവസവും കഴിക്കും. മൃഗങ്ങളെല്ലാം ഭയന്നുപോയി. പക്ഷേ ഒരു മിടുക്കനായ മുയൽ ഒരു പദ്ധതിയുമായി മുന്നോട്ടു വന്നു. അല്ലയോ ശക്തനായ സിംഹം, ഞാൻ നിന്റെ അടുക്കൽ വരാം, മുയൽ പറഞ്ഞു. പക്ഷേ എനിക്ക് നിന്നെ കാണിക്കാൻ ചിലത് ഉണ്ട്. ജിജ്ഞാസ കൊണ്ടും കൊച്ചു മുയലിനെ കുറച്ചു കാണുന്നത് കൊണ്ടും സിംഹം സമ്മതിച്ചു. മുയൽ അവനെ ഒരു ആഴമുള്ള കിണറ്റിനരിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, നിന്നെക്കാൾ ശക്തനാണെന്ന് അവകാശപ്പെടുന്ന മറ്റൊരു സിംഹം ഈ കിണറ്റിൽ ഉണ്ട്. സിംഹം കിണറ്റിലേക്ക് നോക്കി അതിന്റെ പ്രതിബിംബം കണ്ടു. അത് മറ്റൊരു സിംഹമാണെന്ന് കരുതി അയാൾ ഗർജിക്കാൻ തുടങ്ങി. പ്രതിബിംബവും അലറി. കോപാകുലനായി അവൻ വിളിച്ചു പറഞ്ഞു, ആരാണ് കൂടുതൽ ശക്തൻ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കിണറ്റിൽ ചാടി, പക്ഷേ മുങ്ങി മരിച്ചു. മുയൽ അവനെ ചതിച്ചു. ശക്തിയേക്കാൾ വലുതാണ് ബുദ്ധിയെന്ന് മനസ്സിലാക്കി മൃഗങ്ങൾ സന്തോഷിച്ചു. സിംഹത്തിന്റെ അഹങ്കാരം അവനെ അന്ധനാക്കി, പക്ഷേ മുയലിന്റെ ജ്ഞാനം അവരെയെല്ലാം രക്ഷിച്ചു. അവിടെ ഒരു ഭംഗിയുള്ള ചെറിയ തേനീച്ച ഉണ്ടായിരുന്നു. ഒരു പുഷ്പമേഖലയിലെ ഒരു വലിയ തേനീച്ചക്കൂട്ടിൽ താമസിച്ചിരുന്നു. എല്ലാ തേനീച്ചകളും ഒരുമിച്ച് അമൃത് ശേഖരിക്കുകയും തേൻ ഉണ്ടാക്കുകയും ചെയ്തു. ചെറിയ ഭംഗിയുള്ള തേനീച്ചയും സഹായിക്കാൻ ആഗ്രഹിച്ചു.
എന്നാൽ മറ്റു തേനീച്ചകൾ പറഞ്ഞു, നീ വളരെ ചെറുതാണ്, നിനക്ക് അധികം ദൂരം പറക്കാൻ കഴിയില്ല. ആ കൊച്ചു ഭംഗിയുള്ള തേനീച്ചയ്ക്ക് സങ്കടം തോന്നി, പക്ഷേ അത് നിരുത്സാഹപ്പെട്ടില്ല. ഒരു ദിവസം ശക്തമായ കാറ്റ് നിരവധി പൂക്കൾ പറത്തിവിട്ടു. പൂക്കൾ ഇരുണ്ട വനത്തിന് സമീപം വീണു. തേനീച്ച അവിടെ പോകാൻ ഭയപ്പെട്ടു. നമുക്ക് കൂടുതൽ അമൃത് വേണം, റാണി തേനീച്ച പറഞ്ഞു. പക്ഷേ അത് വളരെ ദൂരെയാണ്. ചെറിയ ഭംഗിയുള്ള തേനീച്ച പറഞ്ഞു, ഞാൻ പോകാം. ഇത് പതുക്കെ കാട്ടിലേക്ക് പറന്നു. അത് നിലത്ത് പൂക്കൾ കണ്ടെത്തി. അത് അമൃതും എടുത്ത് തേനീച്ചക്കൂട്ടിലേക്ക് പറന്നു. പിന്നെ അത് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തു. താമസിയാതെ അതിന്റെ കഠിനാധ്വാനത്തിന് എല്ലാവർക്കും ആവശ്യത്തിന് അമൃതം ഉണ്ടായിരുന്നു. രാജ്ഞി തേനീച്ച പുഞ്ചിരിച്ചു. നീ ഒരു ചെറിയ ഭംഗിയുള്ള തേനീച്ചയാണ്, രാജ്ഞി പറഞ്ഞു. പക്ഷേ നീ വളരെ ധൈര്യശാലിയാണ്. എല്ലാ തേനീച്ചകളും ഭംഗിയുള്ള ചെറിയ തേനീച്ചയെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാവരും മനസ്സിലാക്കുന്നു, നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം, ശ്രമിച്ചുകൊണ്ടിരിക്കണം. ശ്രമിച്ചാൽ മാത്രമേ വലിയ കാര്യങ്ങൾ നേടാൻ കഴിയൂ. ഒരു കാലത്തിൽ തിളങ്ങുന്ന തടാകത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള ഒരു ചെറിയ പച്ചത്തവള ഉണ്ടായിരുന്നു. ആ ചെറിയ പച്ചത്തവള എല്ലാ തവളകളിലും കൂടുതലായി ചാടണമെന്നായിരുന്നു ആഗ്രഹം. ആദ്യം അത് വലിയ ചാട്ടമൊന്നും നടത്തിയില്ല. പക്ഷേ അതിനേക്കാൾ ബലമായ ശ്രമം അതിമാകാം ചെയ്തു തുടർന്നു. മറ്റു തവളകൾ ചിരിക്കുകയായിരുന്നു. നീ ഞങ്ങളെക്കാൾ ഉയരത്തിൽ ചാടാനില്ല. പക്ഷേ ചെറിയ തവള ചാടലൊന്നും നിർത്തിയില്ല. അത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ നക്ഷത്രങ്ങൾക്ക് കീഴിലും പരിശീലനം നടത്തി. ഓരോ ചാട്ടത്തിനും ശേഷം ഇനിയും ബലമായി കൂടുതൽ ശ്രമത്തോടെ ചാടുകയായിരുന്നു. ഒരു ദിവസം അതിന് ദൂരത്ത് ഒരു വലിയ പാറ കണ്ട്. ഞാൻ അതിലും കഴിയാം എന്ന് വിചാരിച്ചു. അത് അതിന്റെ എല്ലാ ശക്തിയും ചേർത്തു. ഒരു വലിയ ചാട്ടത്തിൽ അതുപോലെ പാറയുടെ മുകളിലേക്ക് ചാടി. മറ്റു തവളകൾ അത്ഭുതത്തോടെ നോക്കി. നീ വിജയിച്ചു, അവർ പറഞ്ഞു. ചെറിയ തവള അതിന്റെ വിജയത്തിൽ അഭിമാനത്തോടെ ചിരിച്ചു. പരിശീലനം, ക്ഷമ, ആത്മവിശ്വാസം എന്നിവയാൽ എന്തും നേടാമെന്ന് അത് മനസ്സിലാക്കി. ആ ദിവസം മുതൽ ചെറിയ തവള മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. ഒരിക്കലും തോറ്റുപോകരുത്. വിശ്വസിച്ചാൽ നിങ്ങൾ വലിയ കാര്യങ്ങൾ നേടാം. ബബിൾഗം ചവയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വികൃതിയായ കുരങ്ങൻ അവിടെ താമസിച്ചിരുന്നു. പാർക്കിലെ കുട്ടികളെപ്പോലെ ഒരു വലിയ ബബിൾഗം ഊതാൻ അത് ആഗ്രഹിച്ചു. ഒരു ദിവസം അത് പിങ്ക് നിറത്തിലുള്ള ഒരു വലിയ ബബിൾഗം കണ്ടെത്തി. കുരങ്ങൻ അത് ചവയ്ക്കാൻ തുടങ്ങി. അതിന്റെ മുഖത്തിനു മുന്നിൽ ഒരു വലിയ പിങ്ക് ബബിൾഗം ഊതി. എന്നാൽ പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് വീശി. ആ കുമിള അതിന്റെ മുഖമാകെ പൊട്ടി. അതിന്റെ കണ്ണുകളും മൂക്കും ചെവികളും പോലും ബബിൾഗത്തിന്റെ പശ കൊണ്ട് മൂടിയിരുന്നു. കുരങ്ങൻ പാർക്കിൽ ചുറ്റും ഓടി. പിങ്ക് നിറത്തിലുള്ള ഒരു രൂപം പോലെ തോന്നി. മറ്റു കുരങ്ങുകൾ ചിരിക്കാൻ തുടങ്ങി. ഒടുവിൽ ദയുള്ള ഒരു ആന അത് വൃത്തിയാക്കാൻ വെള്ളം തളിച്ചു. കുരങ്ങൻ നെടുവീർപ്പിട്ടു. ഒരുപക്ഷേ ഞാൻ വാഴപ്പഴത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാം. അത് പഠിച്ചു. ചില കാര്യങ്ങൾ രസകരമായി തോന്നും. ആ സാഹചര്യത്തിൽ നിങ്ങൾ സ്വയം കുടുങ്ങിപ്പോകുന്നതുവരെ. ഒരു ചെറിയ ഗ്രാമത്തിൽ അത്യാഗ്രഹിയായ ഒരു കാക്ക താമസിച്ചിരുന്നു. അത് ആരുമായും ഒന്നും പങ്കുവച്ചിരുന്നില്ല. ഒരു ദിവസം അത് ഒരു കടയുടമയിൽ നിന്ന് ഒരു സ്വർണ്ണ അപ്പം മോഷ്ടിച്ചു. കാക്ക കഴിക്കാൻ തയ്യാറായപ്പോൾ അപ്പം സംസാരിച്ചു. നീ എന്നെ തിന്നാൽ നിനക്ക് വിചിത്രമായ എന്തെങ്കിലും സംഭവിക്കും. കാക്കയുടെ കണ്ണുകൾ വിടർന്നു. സംസാരിക്കുന്ന അപ്പം
എനിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാക്ക ചിരിച്ചുകൊണ്ട് ഒരു കഷണം തിന്നു. പെട്ടെന്ന് അതിന്റെ ചിറകുകൾ കടും പിങ്ക് നിറമായി. അതിന്റെ കൊക്ക് നീലയായി മാറിയിരിക്കുന്നു. വാൽ പച്ചയായി മാറിയിരിക്കുന്നു. മറ്റു പക്ഷികൾ ചിരിച്ചുകൊണ്ട് വിളിച്ചു, പറക്കുന്ന മഴവില്ല. കാക്ക ഭയന്ന് ചികിത്സയ്ക്കായി യാചിക്കാൻ തുടങ്ങി. റൊട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ, ഒരു ആഴ്ചത്തേക്ക് ഭക്ഷണം പങ്കിടൂ. കാക്കയ്ക്ക് ഭക്ഷണം പങ്കിടുന്നത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവന് മറ്റു മാർഗമില്ലായിരുന്നു. കാക്ക ഭക്ഷണം പങ്കിടാൻ തുടങ്ങി. അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആഴ്ചയുടെ അവസാനത്തോടെ അതിന്റെ കറുത്ത ചിറകുകൾ തിരിച്ചെത്തി. അത് ഗ്രാമത്തിലെ ഏറ്റവും ഉദാരമതിയായ പക്ഷിയായി മാറി. കാക്ക പഠിച്ചു, അത്യാഗ്രഹം നിങ്ങളെ വിഡ്ഢിയാക്കുന്നു, പക്ഷേ പങ്കിടൽ നിങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഒരു ഫാമിൽ ഒരു വിചിത്ര കോഴി താമസിച്ചിരുന്നു. മറ്റു കോഴികൾ നിലത്ത് കൊത്തിക്കൊണ്ടിരുന്നു. കോഴി കുരച്ചു, വൂഫ് വൂഫ്. മറ്റു കോഴികൾ ചിറകടിക്കുമ്പോൾ കോഴി വാൽ അനക്കാൻ ശ്രമിക്കുകയായിരുന്നു. മറ്റു കോഴികൾ ചെളിയിൽ മാന്തിക്കുഴിയുമ്പോൾ കോഴി അതിന്റെ നിഴലിനെ പിന്തുടരുകയായിരുന്നു. കോഴി എപ്പോഴും ഒരു നായാകാൻ ശ്രമിച്ചു. പശുക്കൾ ചിരിച്ചു. മൂ മൂ മൂ. കോഴികൾ കുരയ്ക്കില്ല. നിനക്ക് ഒരു വാലുപോലുമില്ല, മണ്ടൻ കോഴി. താറാവുകൾ കുലുങ്ങി. കർഷകൻ പോലും തലയാട്ടി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വിചിത്രമായ കോഴിയാണിത്. പക്ഷേ കോഴി അതൊന്നും കാര്യമാക്കിയില്ല. ഒരു ദിവസം ഒരു കൗശലക്കാരനായ കുറുക്കൻ ഫാമിലേക്ക് കയറി. അത്താഴത്തിന് ചീഞ്ഞ കോഴികളെ വേണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ബാക്കിയുള്ള കോഴികൾ ഭയന്ന് ചിറകുകൾ അടിക്കാൻ തുടങ്ങി. സഹായിക്കൂ, സഹായിക്കൂ. പക്ഷേ കുറുക്കൻ കുതിക്കുന്നതിന് മുമ്പ് വൂഫ് വൂഫ് വൂഫ്. കോഴി കുറുക്കന്റെ നേരെ പാഞ്ഞു. ഒരു ഭ്രാന്തൻ നായ പോലെ കുരച്ചു. കുറുക്കൻ അലറിക്കരഞ്ഞുകൊണ്ട് നിന്നു. എന്താ? ഒരു കോഴി നായ. കുറുക്കൻ ജീവനും കൊണ്ട് ഓടി. ഫാം സുരക്ഷിതമായിരുന്നു. അന്നുമുതൽ എല്ലാവരും കോഴിയെ ഒരു വീരനായകനായി കണക്കാക്കി. എപ്പോഴും നീയായി തന്നെ ഇരിക്കുക. എല്ലാവരും നിനക്ക് എതിരാണെങ്കിൽ പോലും. മനോഹരമായ ഒരു കാട്ടിൽ ഒരു കൊച്ചു കുരങ്ങൻ മരച്ചില്ലകളിൽ ചാടി കളിച്ചുകൊണ്ടിരുന്നു. കുരങ്ങന് വാഴപ്പഴം വളരെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് എപ്പോഴും കഴിക്കാൻ വേണ്ടി അവൻ വാഴപ്പഴം സൂക്ഷിച്ചു വച്ചു. ദിവസങ്ങളോളം വാഴപ്പഴം ശേഖരിക്കാൻ ശ്രമിച്ച കുരങ്ങൻ, പക്ഷേ പിറ്റേന്ന് രാവിലെ കുരങ്ങൻ തിരിച്ചെത്തിയപ്പോൾ വാഴപ്പഴം കാണാനില്ലായിരുന്നു. അയ്യോ വേണ്ട, എന്റെ വാഴപ്പഴം ആരാ എടുത്തത്? കുരങ്ങൻ ചിന്തിച്ചു. കുരങ്ങൻ കടുവയോട് ചോദിച്ചു, നീ എന്റെ വാഴപ്പഴം എടുത്തോ? ഇല്ല, കടുവ ദയോടെ പറഞ്ഞു. എനിക്ക് മാംസമാണ് ഇഷ്ടം, വാഴപ്പഴമല്ല. പിന്നെ കുരങ്ങൻ ആനയോട് ചോദിച്ചു, നീ എന്റെ വാഴപ്പഴം പറിച്ചോ? ഇല്ല, ആന പറഞ്ഞു. ഞാൻ ഇലകളും കരിമ്പും മാത്രമേ കഴിക്കൂ. കുരങ്ങൻ കുറ്റിക്കാടുകൾക്ക് സമീപം നോക്കി. നിലത്ത് വാഴപ്പഴത്തോലുകൾ കണ്ടു. കുരങ്ങൻ വാഴപ്പഴത്തോളുകളെ പിന്തുടർന്ന് ചെന്നപ്പോൾ ഒരു ആമ ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരുന്ന് വാഴപ്പഴം തിന്നുന്നത് കണ്ടു. എന്നോട് ചോദിക്കാതെയാണ് നീ എന്റെ വാഴപ്പഴം എടുത്തത്? കുരങ്ങൻ ആമയോട് ചോദിച്ചു. ആമ താഴേക്ക് നോക്കി. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതെ അത് എടുത്തു കഴിച്ചത്. കുരങ്ങൻ പതുക്കെ ആമയോട് പറഞ്ഞു. നീ എന്നോട് ചോദിക്കണമായിരുന്നു. വിശന്നാലും മോഷ്ടിച്ച് തിന്നുന്നത് തെറ്റാണ് അത്. ആമ സങ്കടപ്പെട്ടു. ക്ഷമിക്കണം. കൂടുതൽ വാഴപ്പഴം ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. കുരങ്ങൻ ആമയോട് ക്ഷമിച്ചു. ആ ദിവസം മുതൽ ആമ തിരിച്ചറിഞ്ഞു.
മോഷ്ടിക്കുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എപ്പോഴും ചോദിക്കാൻ ശീലിക്കുക. ഒരു ചെറിയ കാട്ടിൽ ഒരു കുഞ്ഞു തത്ത കുടുംബത്തോടൊപ്പം മരങ്ങൾക്കിടയിലെ ഉയർന്ന ഒരു കൂട്ടിൽ താമസിച്ചിരുന്നു. അത് തിളക്കമുള്ള പച്ചനിറമുള്ളതും ഊർജ്ജസ്വലവും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായിരുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അത് ആരെയും ശ്രദ്ധിച്ചില്ല. അമ്മ തത്ത പറഞ്ഞു, കൂട് മരത്തിൽ നിന്ന് അധികം ദൂരെ പറക്കരുത്. അത് തലയാട്ടി, പക്ഷേ പറന്നുപോയി. തത്ത മുന്നറിയിപ്പ് നൽകി, മഴ പെയ്യുന്നു, അടുത്തു തന്നെ നിൽക്കൂ. അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സുഖമായിരിക്കും. ഒരു ഉച്ചതിരിഞ്ഞ് ആ കൊച്ചു തത്ത ദൂരെയുള്ള ഒരു മരത്തിൽ ഒരു ചുവന്ന പഴം കണ്ടു. ആരോടും പറയാതെ അത് ആവേശത്തോടെ പറന്നുപോയി. പെട്ടെന്ന് ആകാശത്ത് ഇരുണ്ട മേഘങ്ങൾ നിറഞ്ഞു. മഴ പെയ്തു, കാറ്റ് വന്നു, മിന്നൽ പിണർ വന്നു. കൊച്ചു തത്തയ്ക്ക് തിരിച്ചു വരാനുള്ള വഴി കണ്ടെത്താനായില്ല. തത്ത വഴിതെറ്റിപ്പോയി. അവൻ തണുത്തവനും ഭയന്നവനും നനഞ്ഞവനുമായിരുന്നു. അപ്പോൾ അവൻ തന്റെ കുടുംബത്തിന്റെ വാക്കുകൾ ഓർത്തു. ഞാൻ കേൾക്കേണ്ടതായിരുന്നു, അവൻ സങ്കടത്തോടെ മന്ത്രിച്ചു. അപ്പോഴാണ് അമ്മ തത്തയും മുത്തച്ഛനും മഴയിലൂടെ പറന്നുയർന്നു വന്നത്. അവർ അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. കണ്ടെത്തി. അവർ അവനെ സുരക്ഷിതമായി വീട്ടിലേക്ക് കൊണ്ടുപോയി ചൂടുള്ള തൂവലുകളിൽ പൊതിഞ്ഞു. ചെറിയ തത്ത തെറ്റ് മനസ്സിലാക്കി പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിന്നെ ശ്രദ്ധിക്കണം. ചെറിയ തത്ത പഠിച്ചു, എപ്പോഴും നിങ്ങളുടെ മൂപ്പനെ ശ്രദ്ധിക്കുക.